ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കാർ ഡ്രാമയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് അത്യാവശ്യം അടിപൊളിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുന്നേ എൻ്റെ ഡ്രസ്സ് കണ്ടോ ഗൈസ്, ഷർട്ട് ദേ ഗൈസ്. പൊളിയല്ലേ ഗൈസ്, ദേ ഗൈസ്, പൊളിയല്ലേ. ഗൈസ്, നമുക്ക് സമയമൊന്നും കളയാനില്ല. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രാമയ്ക്കുള്ള വണ്ടികൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വണ്ടി. ഇതാണ് മെയിൻ കഥാനായകൻ, നമ്മുടെ 24 hour റെസ്ക്യൂ വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ 24 hour റെസ്ക്യൂ വെഹിക്കിൾ ഇതിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാം. ഗൈസ്, എങ്ങനെയാണ് തുടക്കമെന്ന് വെച്ചാൽ, ഈ വണ്ടി ഇങ്ങനെ പൊക്കും. പെട്ടെന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഒരു ഡോഡ്ജ് ആക്സിഡൻ്റ് ആവും. എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഈ ഡോഡ്ജ് ഇവിടെ നിർത്തിയിട്ടൊക്കെ ആയിരുന്നു. പെട്ടെന്നൊരു വേറൊരു ഡോഡ്ജ് ഒന്ന് ഇതിൻ്റെ പുറകിലോട്ട് ഒറ്റ കിട്ടി. അപ്പോൾ ആ ഡോഡ്ജ് തെറിച്ചിവിടെ വന്നപ്പോൾ ഈ ഡോഡ്ജ് ഫുള്ള് ഡാമേജായി, പെയിൻ്റൊക്കെ പോയി. തൊട്ടപ്പുറേ ഒരു ടോ ട്രക്ക് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഈ ടോ ട്രക്കിൻ്റെ നമ്പർ പ്ലേറ്റ് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. ദേ ഗൈസ്, കണ്ടോ ഗൈസ്, A706. ഇതൂടെ നോക്കി വെച്ചോ. നിങ്ങൾക്കിനി കാണാൻ പറ്റിയില്ലെന്ന് വേണ്ട. ഇത് മാക്സ് എന്ന് എഴുതിയേക്കണം. പിന്നെ ഇതെന്തോ കൈൻ്റെ ചിഹ്നം. പിന്നെ 24 hour എമർജൻസി റെസ്ക്യൂ എന്ന് എഴുതിയേക്കണത്. അപ്പം നമുക്ക് ഈ ടോ ട്രക്ക് ഇങ്ങനെ പെട്ടെന്നൊരു ജോലി കിട്ടിയെന്ന് വിചാരിച്ച് ഈ ഡോഡ്ജിൻ്റെ അടുത്തോട്ട് പോയി. ഗൈസ്, എന്നെക്കൊണ്ട് ഭയങ്കര ഹാർഡാണ്, ഒറ്റക്കൈയിൽ പിടിച്ചാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ പെട്ടെന്ന് ഈ ടോ ട്രക്ക് ആ ഡോഡ്ജിനെ തൂക്കി ഗൈസ്. പിന്നെയാണ് മനസ്സിലായത് ഈ ഡോഡ്ജിന് 5-3-8 ടണ്ണുണ്ടെന്ന്. അപ്പോൾ ആ ആളെന്ത് ചെയ്തെന്നറിയോ? ആ ആള് പെട്ടെന്ന് ആ ഡോഡ്ജിനെ എടുത്ത് പൊക്കിയിട്ട് നേരെ ഈ ഷാണ അടച്ചു. വെയിറ്റ് ചെയ്യേ, ഒരു കാര്യം ഞാൻ ചെയ്യാൻ മറന്നു. എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ ഭൂരിഭാഗം പേരും ലൈക്ക് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ പിന്നെയാണ് ആ ടോട്ടക്കിൻ്റെ ആൾക്ക് മനസ്സിലായി ഇതിന് ടൺസ് വെയിറ്റ് ഉള്ളത്. പിന്നെ അയാൾ കഷ്ടപ്പെട്ട് പൊക്കി അവസാനം പൊങ്ങി അവസാനം അയാൾ കഷ്ടിച്ച് വർക്ക്ഷോപ്പിൽ എത്തിച്ച്. എന്നിട്ട് ഒറ്റ ഇടലാൻ കിട്ടും. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അയാൾ എന്നിട്ട് തള്ളിയിട്ട് അപ്പോഴത്തേനും പുള്ളിയുടെ ഹൈഡ്രോളിക് സിസ്റ്റം പോയി. ഒട്ടും പൊങ്ങിയിട്ട് നിൽക്കണില്ല, അപ്പോൾ തന്നെ താന്നു പോയിരുന്നു. ദേ ഗൈസ്, ഹൈഡ്രോളിക് സിസ്റ്റം പോയി ഗൈസ്. അപ്പോൾ നമുക്ക് പുള്ളി നേരെ വണ്ടി ഉണ്ടല്ലോ പറത്തി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് മെക്കാനിക്ക് എന്താ ചെയ്തതെന്നറിയാം. മെക്കാനിക്ക് നേരെ വണ്ടിയുടെ ഗൈസ്, ചെറുതായിട്ട് ഫോൺ താഴെ വേണ, പേടിക്കണ്ട. പുള്ളി മെക്കാനിക്ക് ഈ സാധനം കണ്ടോ, ഇത് അങ്ങ് അയച്ചെടുക്കാൻ പാടാണ്. മെക്കാനിക്ക് ഇങ്ങനെ അയച്ചെടുത്ത് കണ്ടോ ഗൈസ്, മെക്കാനിക്ക് അയച്ചെടുത്തു. എന്നിട്ട് പുള്ളി ആ സാധനം നേരെ ഊരിയെടുത്ത് പുള്ളി അതും കൊണ്ട്
നേരെ നടന്നു പോയി. പുള്ളി പെട്ടെന്ന് ആ സാധനം പുള്ളിയുടെയും താഴെ പോയി രജിസ്റ്റർ കിടക്കണം. അപ്പോൾ പുള്ളി അതും എടുത്ത് നടന്നു പോയി. പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് ഗ്രീസ് വെക്കണമെന്ന് പുള്ളിക്ക് തോന്നി. അപ്പോൾ പെട്ടെന്ന് പുള്ളി എന്ത് ചെയ്തു? പുള്ളി നേരെ പോയി അടുത്ത് കണ്ട ഒരു സൂപ്പർ കാറുണ്ട്. ഇതാണ് ആ സൂപ്പർ കാർ. ഈ സൂപ്പർ കാറിൻ്റെ എൻജിൻ്റെ അവിടെയുള്ള ഗ്രീസ് പുള്ളി എടുത്ത് എന്നിട്ട് നേരെ പെട്ടെന്ന് അയാളോട് പോയി നാളെ വരാൻ പറഞ്ഞു. എന്നിട്ടുണ്ടല്ലോ ഈ എൻജിനീയർ നേരെ വന്നിട്ട് ആ ഹൈഡ്രോളിക്